പ്രീ വർക്കൗട്ട് മീൽ ഉണ്ടാക്കാം. പിന്നെ ഡംബൽ പ്രസ് ചെയ്യുമ്പോൾ ബാക്ക്, അതായത് കൈ ഒരുപാട് സ്ട്രെച്ച് ആയ ഡ്രോപ്പ് സെറ്റ് ഇട്ടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഡെയിലി വീഡിയോസ് ഉണ്ടാവില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ പല്ലിയിൽ കമ്പിയിട്ടുകൊണ്ട് ചെറിയൊരു സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, സൗണ്ടിൽ വ്യത്യാസം മനസ്സിലാവുണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ തുടങ്ങാം. അപ്പോൾ പറഞ്ഞില്ല, 2 ആഴ്ച ശേഷം നല്ല പനിയായിരുന്നു, അതുകൊണ്ട് ഹാർഡായിട്ട് നമുക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും പുഷ് ഡേ ആണ്. സോ ചെസ്റ്റും ഷോൾഡറും ട്രൈസും ചെയ്യും, പക്ഷെ ഞാൻ ട്രൈസ് ചെയ്യുന്നില്ല. ചെസ്റ്റിന് പറ്റുകയാണെങ്കിൽ ഒരു 3 ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇംഗ്ലണ്ട് ഡംബൽ പ്രസ്, മെഷീൻ പ്രസ്, കേബിൾ ഫ്ലൈസ്, കേബിൾ അല്ലെങ്കിൽ പെക്ടക്കോ ഏതെങ്കിലും ഒരു ഫ്ലൈ മൂവ്മെൻറ്റ് ചെയ്യുക. പിന്നെ ഷോൾഡറിന് സൈഡ് ഡെൽറ്റ് മാത്രം ട്രെയിൻ ചെയ്യാം. ഇങ്ങനെ അത്രേ ചെയ്യുന്നുള്ളൂ. തീരെ വയ്യ. അപ്പോൾ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കാം. പ്രീ വർക്കൗട്ട് മീൽ ഉണ്ടാക്കാം. പ്രീ വർക്കൗട്ട് മീലിന് ഇത് പ്രോട്ടീൻ പൗഡറിലല്ല, ഓട്സാണ്. അപ്പോൾ മെഷർ ചെയ്ത് കഴിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഒരു 1.5 സ്കൂപ്പ് ഓട്സ് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാമോളം വരും. പിന്നെ പ്രീ വർക്കൗട്ട് മീലിൽ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു 45 to 1 hour മുമ്പ് പ്രീ വർക്കൗട്ട് മീൽ കഴിക്കാൻ നോക്കുക. കാരണം പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. സ്കിമ്മിഡ് മിൽക്കാണെങ്കിൽ കുഴപ്പമില്ല, ഫാറ്റ് കുറവായിരിക്കും. ഒരു ബനാന കൂടെ എടുക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു കോഫിയിൽ ഞാൻ ബ്രൂ കോഫീൻ്റെ 2 പാക്കറ്റാണ് യൂസ് ചെയ്യാറ്. ഇന്നിപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഏതോ വീട്ടിലുള്ള കോഫി പൗഡർ വെച്ചിട്ട് ഒരു 2 സ്പൂൺ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഓഫ് സാൾട്ട് കേട്ടോ. ഒരുപാട് ഇടാൻ പറ്റില്ല. സാൾട്ട് ഒരുപാട് ഇട്ടാൽ നമുക്ക് ഡെയിലി നമ്മുടെ വെച്ച അളവുണ്ട്, അത് കൂടുതൽ കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ലെവലിൽ സോൾട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ പമ്പും പിന്നെ ബ്ലഡ് ഫ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സോൾട്ട് ഇട്ട് മിക്സ് ആക്കാം. പിന്നെ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും പ്രോട്ടീൻ അതിൽ കണ്ടൻറ്റ് ഉണ്ടാകാൻ നോക്കുക. അതായത് കൂടുതലും കാബ്സ് ആയിരിക്കണം. ബനാനയോ അല്ലെങ്കിൽ ഓട്സ്, റൈസ് എടുക്കാമാണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ എടുക്കാം. അങ്ങനെ മെയിൻ കാബ്സ് സോഴ്സ് ആയിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറുതായിട്ടൊരു പ്രോട്ടീൻ സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ പ്രോട്ടീൻ സിന്തസിസിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വരുന്ന വഴി നല്ല മഴ കൊണ്ടു, ചെറുതായിട്ട് നനഞ്ഞു. അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എല്ലാ ചെസ്റ്റ് പുഷ് ഡേ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഐസൊലേഷൻ മൊമെൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു 3 സെറ്റ് പുഷപ്പ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐസൊലേഷൻ മൊമെൻറ്റ്, അതായത് ഒന്നെങ്കിൽ പെക്ടക്കോ അല്ലെങ്കിൽ കേബിൾ ഫ്ലൈസോ അങ്ങനെ ഏതെങ്കിലും ഒരു ലോ വെയിറ്റ് ഇട്ടിട്ട് ഒരു സെറ്റ് ചെയ്യും, ഒരു 15 to 20 reps ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മുടെ ചെസ്റ്റിന് ബ്ലഡ് ഫ്ലോ ഒക്കെ വന്നിട്ട് ഒരു മൈൻഡ് മസിൽ കണക്ഷനോടെ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ വാമ്പ് സെറ്റിൽ തുടങ്ങാം. പിന്നെ ചെസ്റ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റ് അപ്പ്, ഷോൾഡർ ഡൗണ്, ലോവർ ചെസ്റ്റിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇരുന്ന് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ബാക്കിലോട്ട് ഇരുന്നിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഹോൾ ചെസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് നോർമലായിട്ട് ഇരുന്നിട്ട് ചെസ്റ്റ് അപ്പ്, ഷോൾഡർ ഡൗണ്, പിന്നെ ഈ ബൈസെപ്സും കൊണ്ട് ചെസ്റ്റ് സ്ക്യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാം. നോർമലായിട്ട് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഷോൾഡറിനാണ് കൂടുതൽ ആക്ടിവേഷൻ ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ ചെസ്റ്റ് അപ്പ്, ഷോൾഡർ ഡൗണ്, എന്നിട്ട് ബൈസെപ്സും കൊണ്ട് ഈ ചെസ്റ്റ് സ്ക്യൂസ് ചെയ്യുന്ന പോലെ അടിയിലൂടെ എടുക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് ടെൻഷൻ ചെസ്റ്റിന് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. സൈറ്റ് കഴിഞ്ഞു. നല്ല പനി വന്നതിന് ശേഷം ഞാൻ ജിമ്മിൽ ചെയ്യുന്നു, അതുകൊണ്ട് ഹെവി വെയിറ്റൊന്നും എടുക്കാൻ വേണ്ടി തോന്നുന്നില്ല. എന്നാലും ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് നോക്കാം. പതിനഞ്ച് കിലോ എടുത്തിട്ടുണ്ട്. 5 കിലോ വെച്ച് കഴിഞ്ഞിട്ട് ഹെവി വെയിറ്റ് പറ്റുകയാണെങ്കിൽ എടുക്കാം. $25 kg എത്തിയിട്ടുണ്ട്. പറ്റുമല്ലോ എന്ന് അറിയില്ല, നോക്കാം. എന്തായാലും ഒരു 8 rep 10 rep 10 rep പറ്റില്ല, 5 to 8 rep പറ്റുമായിരിക്കും. ട്രൈ ചെയ്യാം. പിന്നെ ഡംബൽ പ്രസ് ചെയ്യുമ്പോൾ ബാക്ക് കറക്റ്റാക്കി വയ്ക്കുക. സ്കാൽപ്പ് റിട്രാക്ട് ചെയ്ത് ബാക്ക് ആർച്ച് ചെയ്തിട്ട് കിടക്കുക. എന്നിട്ട് ചെറിയൊരു ഡംബൽ ബെൻഡ് കൊടുത്തിട്ട് താഴ്ത്താം.
പഴയ പോലെ സ്ട്രെങ്സൊന്നും ഇല്ല, മൊത്തത്തിൽ പോയി. 30 kg വെച്ചിട്ട് 10 reps ചെയ്തിട്ടുണ്ടായതാണ്. ഇപ്പോൾ 25 kg വെച്ചിട്ട് തന്നെ 5 or 6 reps എന്ന് തോന്നുന്നുള്ളൂ. ഒരു സെറ്റും കൂടെ കഴിഞ്ഞിട്ട് ഡംബിൾ പ്രസ് എത്താം. അത് കഴിഞ്ഞിട്ട് പെക്ടക്കിലോ അല്ലെങ്കിൽ കേബിൾ ഫ്രീ കേബിളോ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ലാറ്ററൽ റേസും കൂടെ കഴിഞ്ഞിട്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെ ഡംബിൾ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് താഴേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ വന്നാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ഷോൾഡറിലോട്ട് ടെൻഷൻ പോകും. ഇതും ഹെവി ആയിട്ടൊന്നും പോകണില്ല. വെയിറ്റിൽ ലോ വെയിറ്റ് ഇട്ടിട്ട് ഒരു സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ലാറ്ററലൈസേഷൻ ചെയ്തിട്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത് ലോവർ ചെസ്റ്റ് ഫോക്കസ് ചെയ്തതാണ്. അപ്പോൾ ചെസ്റ്റ് അപ്പ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇരിക്കുക, കൈ അടിയിലോട്ടാക്കുക, ബൈസെപ്സും കൊണ്ട് ചെസ്റ്റ് സ്ക്വീസ് ചെയ്യുന്ന പോലെ. കുറേ പേര് കേബിൾ ഫ്ലൈ പെക്ടക് ഫ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് പുറകിലായിട്ടൊരു ചെയ്യുക കണ്ടിട്ടുണ്ട്. അതായത് കൈ ഒരുപാട് സ്ട്രെച്ചായാൽ ചെസ്റ്റ് നല്ല ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആൾറെഡി ചെസ്റ്റ് അപ്പ് ചെയ്തിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഈ ലെവലിൽ പോയാൽ തന്നെ ചെസ്റ്റ് നല്ല സ്ട്രെച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഫ്രണ്ടിലോട്ടാക്കുക, ഈ ലെവൽ മതി. ആൾറെഡി ചെസ്റ്റ് അപ്പ് ചെയ്തിരിക്കണ്ടല്ലോ. അപ്പോൾ ചെസ്റ്റ് അപ്പ് ചെയ്തിരിക്കുമ്പോൾ ഈ ലെവലിൽ തന്നെ നല്ല സ്ട്രെച്ച് കിട്ടും. ചെസ്റ്റ് അപ്പ് ചെയ്യുക, നേരെ വെയിറ്റ് കുറച്ചിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആംഗിൾ. ലാറ്ററലൈസ് ഒരു വാമപ്പ് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 3 വർക്കിംഗ് സെറ്റ് അതോടെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യണം. ഇന്ന് തീരെ വയ്യ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് അല്ലേ, പഴയ ഫോമിലോട്ട് എത്തണം. സോ ഒരു വാമപ്പ് സെറ്റിൽ തുടങ്ങാം. വാമപ്പ് സെറ്റ് പിന്നെ ഞാൻ ലാറ്ററലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും തമ്പിലെ സ്കിപ്പാണ് പിടിക്കുക. അങ്ങനെ തലവേല അടിയിലോട്ടാക്കിയിട്ട് പിടിക്കും. എന്നിട്ട് ചെസ്റ്റ് അപ്പ് ഷോൾഡർ ഡൗൺ, ഒരുപാട് ഫ്രണ്ടിലോട്ടും ആക്കില്ല, ഒരുപാട് സൈഡിലോട്ടും ആക്കില്ല. അതിന് രണ്ടിനും അടിയില്ല. ഒരു 45 ഡിഗ്രി അങ്ങനെ റിട്ടേൺ ചെയ്യാറ്. അപ്പോൾ ചെസ്റ്റ് അപ്പ് ഷോൾഡർ ഡൗൺ, 1 2 3 4 8 22 പോയി. നെക്സ്റ്റ് സെറ്റ് 5 കിലോ ഉണ്ട്, 5 കിലോ. സോ ചെസ്റ്റ് അപ്പ് ഷോൾഡർ ഡൗൺ, 1 2 3 8 56 partials. എന്തായാലും വലിയ പമ്പൊന്നുമില്ല. ക്രിയേറ്റിൻ ഒരു 2 ആഴ്ച കഴിച്ചിട്ട് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പിന്നെ ആകെ വീക്കായി, ഒരു പണി വന്നതോടെ എല്ലാം പോയി. എന്തായാലും ഇന്ന് മുതൽ ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, പഴയ ഫോമിലോട്ട് തിരിച്ചെത്തണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെറ്റ് ലാറ്ററലൈസ് ഡ്രോപ്പ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്കൽ അപ്ഡേറ്റ് കാണിച്ചു തരാം. ഈ ഡ്രോപ്പ് സെറ്റ് ഇട്ടാ 1 2 1 2 3 2 3 8 9 ചുമയൊന്നും വിട്ടിട്ടില്ല.
ഫിസിക് അപ്ഡേറ്റ് കാണിച്ചു തരാം. എന്തായാലും വലിയ പമ്പൊന്നും ഉണ്ടാവില്ല, പമ്പൊന്നും ആയിട്ടില്ല, തീരെ വയ്യ. ക്രിയേറ്റിംഗ് കഴിച്ചത് കുറച്ചായതുകൊണ്ടല്ലോ, അപ്പോൾ ആ മസിൽസൊക്കെ ഒരു ഫുൾനെസ് ഉണ്ടാവില്ല. എന്തായാലും നോക്കാം. തിരിച്ചെടുക്കണം, പഴയ ഒരു ഫോമിലോട്ട് വരണം. ബൈസെപ്സ് ഡേയ്സ് ഒക്കെ 2-3 വീക്സായി വർക്കൗട്ട് ചെയ്തിട്ട്, എന്നാണ് സ്റ്റാർട്ടിങ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് അല്ലെങ്കിൽ 5 ഹോളാക്കും, ഒരു 200 ഗ്രാം റൈസും കഴിക്കും, ഇല്ലെങ്കിൽ ഓട്ട് മീല്, ഓട്സ്, ബനാന, പിന്നെ 1 സ്കൂപ്പ് വേ പ്രോട്ടീൻ ഇട്ടിട്ട് ഒരു ഓട്ട് മീൽ കഴിക്കും. സോ അപ്പോൾ ഓക്കെ, ബൈ.